ലഭിക്കേണ്ട ടാക്സ് കറക്റ്റായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ട് തരത്തിലാണ് ലഭിക്കാത്തത്. ഒന്ന്, വൻകിട കോർപ്പറേറ്റുകൾ. നമുക്കറിയാം, ഈ നമ്മുടെ ഓഡിറ്റോറിയങ്ങൾ പരിശോധിച്ചാൽ 100 പവന് മുകളിൽ 500 പവൻ വരെ വിൽപ്പന ഇട്ട് സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കുന്ന കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കോർപ്പറേറ്റുകളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നാണ് 95% ആളുകളും 100 പവനിൽ കൂടുതൽ വാങ്ങുന്നത്. പക്ഷെ അവരുടെ ബില്ലുകൾ പരിശോധിച്ചാൽ ഒറ്റ ബില്ല് പോലും 100 പവന്റെ കാണില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഒരു പ്രത്യേകത, GST ഡിപ്പാർട്ട്മെന്റ് ആയാലും ഗവൺമെന്റ് ആയാലും ധാരണ വൻകിട കോർപ്പറേറ്റുകൾ ടാക്സ് വെട്ടിക്കുന്നില്ല എന്നുള്ളതാണ്. തികച്ചും തെറ്റാണ്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ ഇടത്തര കച്ചവടക്കാർ രാജ്യത്ത് കേരളത്തിൽ 8,000-ഓളം ഉണ്ടായിരുന്നു. അത് ഇന്നത് 6,000 താഴെയായിരിക്കും. 95%-ലധികം സ്വർണ്ണം മാത്രം 95%-ലധികം വ്യാപാരം നടക്കുന്നത് 4-5 കോർപ്പറേറ്റുകളുടെ കീഴിലാണ്. എന്നാൽ അവർ സർക്കാർ ലഭിക്കുന്ന ടാക്സുകൾ വെറും 5% എന്ന കൊച്ചു കച്ചവടക്കാരൻ ടാക്സ് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ്. 100 കിലോ സ്വർണം വിൽക്കുമ്പോൾ 95-96 കിലോ സ്വർണം വിൽക്കുന്നത് ഏതാനും വിരലെണ്ണാവുന്ന കോർപ്പറേറ്റുകൾ. അവരുടെ കടയിലാണ് 100 മുതൽ 500 പവൻ വരെ 600 പവൻ വരെയുള്ള സ്വർണ്ണങ്ങൾ വിൽക്കുന്നത്. അവരുടെ ബില്ലുകൾ പരിശോധിക്കുമ്പോൾ 100 പവന്റെ ഒരു ബില്ല് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. അവിടെയാണ് ശ്രദ്ധിക്കുക, അവിടെയാണ് ടാക്സ് താഴെ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ ഉദ്ദേശം വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം സർക്കാരിന്റെ വരുമാനം വർദ്ധിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ ചെറുകിട വ്യാപാരികൾക്ക് സ്വസ്ഥമായി വ്യാപാരം ചെയ്യാൻ പറ്റൂ. കാരണം സർക്കാർ തന്നെ പലപ്പോഴും പലതരത്തിലുള്ള ഫൈനുകൾ ഏർപ്പെടുത്തുമ്പോൾ ചിലതിലെങ്കിലും സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കണമെന്നൊരു താല്പര്യം ഉണ്ടാകാം. ഇപ്പൊ സർക്കാർ നല്ല രീതിയിൽ വരുമാനം ഉണ്ടായാൽ വ്യാപാര മേഖല കുറച്ചുകൂടി ശക്തമാകും. കാരണം നമുക്കറിയാം, ഇന്ന് രാജ്യത്തെ 4 കോടി ചെറുകിട സംരംഭകരുണ്ട്. ഈ വിരലെണ്ണാവുന്ന കോർപ്പറേറ്റുകളെ മാറ്റി നിർത്തിയ 16 കോടി തൊഴിലാളികളുണ്ട്. 20 കോടി ജനങ്ങളുടെ ജീവിതമാർഗമാണ് ഈ ചെറുകിട സംരംഭ മേഖല. ഈ മേഖലയെ വിരലെണ്ണാവുന്ന ആളുകൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം കോർപ്പറേറ്റുകൾ വലിയ സമ്മാന പദ്ധതികൾ വെക്കും. ചിലപ്പോൾ വലിയ കാറായിരിക്കും വെക്കുന്നത്, അല്ലെങ്കിൽ 1/2 കിലോ സ്വർണമായിരിക്കും വെക്കുന്നത്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന 5, 10, 15 കിലോ മാത്രം സ്റ്റോക്കുള്ള ഒരു ചെറുകിട സ്വർണ്ണ വ്യാപാരിക്ക് അവരുടെ ഒപ്പം കോർപ്പറേറ്റിനോടൊപ്പം എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സാധാരണ ഇടത്തരം വ്യാപാരിക്ക് എത്താൻ പറ്റില്ല. അപ്പൊ അതിന് പരിഹാരമാണിത്. ഒന്ന്, സർക്കാരിലേക്ക് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട്. കാരണം ഈ ആപ്പ് വിജയിച്ചാൽ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഞാൻ 1987 മുതൽ ഏകോപന സമിതി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് തലം മുതൽ ജില്ലാതലം സംസ്ഥാന തലം പ്രവർത്തിക്കുന്നതാണ്. ഇന്ന് വരെ ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വലതുപക്ഷം ഭരിക്കുമ്പോഴും ധനകാര്യമന്ത്രിമാരെക്കെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കുകയും നിയമസഭാ കവാടത്തിൽ തോമസ് ഐസക്കിന്റെ അടക്കം കാലഘട്ടത്തിൽ സമരം ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീ ബാലഗോപാൽ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സർക്കാരിലേക്ക് പരമാവധി വരുമാനം കൂട്ടാനുള്ള താല്പര്യം ഉള്ളതുപോലെ തന്നെ ഈ മേഖലയിലെ ചെറുകിട വ്യാപാരികളെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. മന്ത്രിയായി വന്നപ്പോഴാണ് ആദ്യമായി GST ബില്ലിന് പേര് പുറത്ത് ഒരുതരം ലക്കടി ആരംഭിച്ചു. അത് വലിയ ആശ്വാസകരമായ പദ്ധതിയായിരുന്നു. ടാക്സ് വെട്ടിപ്പ് തടയാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിയില്ല. അതിനെ കൂടി കവർ ചെയ്യുന്ന ഒരു ആപ്പാണ് സാധനം. കാരണം ഇതിന്റെ പ്രത്യേകത, 17.5 കിലോ സ്വർണമാണ് സമ്മാനമായിട്ട് വെച്ചിരിക്കുന്നത്. 115 കോടി രൂപ സമ്മാനം. അത് കൂടാതെ അപ്പൊ ഇത്രയും വലിയ സമ്മാന പദ്ധതിയോട് കൂടി ജനങ്ങളിലേക്ക് എത്തിയാൽ ഇതിലൂടെ വാങ്ങുന്ന ഒരാൾക്കും ടാക്സ് ഇല്ലാത്ത അല്ലെങ്കിൽ നിയമവിരുദ്ധമായ കച്ചവടം ചെയ്യാൻ പറ്റില്ല, വാങ്ങാൻ പറ്റില്ല. ഉദാഹരണം, 40 ലക്ഷം രൂപയിൽ കുറവുള്ള ഒരു വ്യാപാരിക്ക് ഇതിൽ ചേരാം, GST രജിസ്ട്രേഷൻ ഇല്ലാത്തവർ. പക്ഷേ അതിനകത്ത് അവർക്ക് കൃത്യമായ കണക്കുകൾ സ്വാഭാവികമായി ഉണ്ടാകും. കാരണം ഇത് നമുക്കറിയാം, എല്ലാം റെക്കോർഡിക്കലാണ്, ഓൺലൈനിൽ കൂടാണ്, എല്ലാം നമ്മുടെ മൊബൈലിൽ വരും. ഇപ്പം ഞാൻ 40 ലക്ഷം രൂപയിൽ താഴെയാണ് കച്ചവടം ചെയ്യുന്നതെന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ എടുക്കാതിരുന്നാൽ ഈ ആപ്പിലൂടെ വ്യാപാരം ചെയ്യുമ്പോൾ സ്വാഭാവികമായി എൻ്റെ യഥാർത്ഥ ബിസിനസ് കണ്ടെത്താൻ പറ്റും.
അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ, ഇത് വളരെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ വളരെ തിരക്കിട്ട് വയനാട്, ഇന്നലെ എറണാകുളം, അവിടെ നിന്നാണ് ഓടിയത്. ശ്രദ്ധിച്ച് അങ്ങെത്തുന്നതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായിട്ടും എത്തിയത്. അപ്പൊ ഇത് ഗവൺമെന്റ് കുറച്ചുകൂടെ പഠിച്ചിട്ട് ഇത് ശരിക്കും ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ജനങ്ങൾ തീർച്ചയായും ഇത് ഈ ആപ്പിലൂടെ മാത്രം വാങ്ങിക്കാൻ തയ്യാറാവും. അതിന്റെ കാരണം അവർക്ക് ഒട്ടനവധി സമ്മാനങ്ങളാണ്, വലിയ സമ്മാനങ്ങളാണ് പറയുന്നത്. കാരണം എവിടുത്തെ സാധനം ഐറ്റം വാങ്ങിച്ചാൽ അവർക്ക് പോയിന്റ്സ് കിട്ടും, അതുപോലെ തന്നെ ഇതിനെല്ലാം സമ്മാനം ഉണ്ട്. ഇവയെല്ലാം ഗവൺമെന്റിന് മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് ആയിരക്കണക്കിന് GST ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തതയോടുകൂടി നമ്മുടെ സർക്കാരിലേക്ക് വരുമാനം കിട്ടിയാൽ, ആവശ്യത്തിന് പണം കിട്ടിയാൽ നമ്മുടെ നാട് സുഭിക്ഷമായി. ഒരു കച്ചവടക്കാരനും കള്ളക്കച്ചവടം ചെയ്യേണ്ട കാര്യമില്ല. കാരണം ജനം ടാക്സ് തരാൻ തയ്യാറാണ്. പക്ഷേ ടാക്സ് ജനങ്ങൾക്ക് വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ടാക്സിന്റെ പുറത്ത് മറ്റു ചില വെട്ടിപ്പ് നടത്തുക, ഇതൊക്കെ ഒഴിവാക്കാൻ ഇത് നല്ലതാണ്. അതോടൊപ്പം തന്നെ വൻകിട കോർപ്പറേറ്റുകളെ ഒരിക്കലും സാധാരണ എല്ലാ കടകളിലും ഇത്തരം ആപ്പ് മുഖേന വാങ്ങുമ്പോൾ സ്വാഭാവികമായും സാധാരണ ജനങ്ങളും ഇടത്തരക്കാരും എല്ലാവരും എല്ലാത്തരം വ്യാപാര സ്ഥാപനത്തിൽ കടന്നു വരാൻ തയ്യാറാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ഗവൺമെന്റ് വേണ്ട സഹായം ഉണ്ടാകണം. എല്ലാ മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ രാജ്യത്ത് ചിലപ്പം ഭരണങ്ങൾ മാറി വരും. ആര് വന്നാലും ഭരിക്കുന്ന ഗവൺമെന്റിൽ പണമുണ്ടെങ്കിലേ രാജ്യത്ത് വേണ്ടുന്ന സഹായങ്ങൾ സാധാരണക്കാർക്ക് ഉണ്ടാകൂ എന്നുള്ള വസ്തുത നാം തിരിച്ചറിയും. നമുക്കറിയാം, ഇന്നിപ്പം സാധാരണക്കാർക്ക് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി വന്നതിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 27 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു നമ്മുടെ പാവപ്പെട്ടവർ കൊടുക്കുന്ന പെൻഷൻ. അത് ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ട് കറക്റ്റായിട്ട് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ 2-3 മാസം കൊണ്ട് ചെറിയ പെൻഡിങ് വരുന്നു. മനഃപൂർവ്വമല്ല, പണം നമ്മുടെ സമ്പത്തിന്റെ ലഭ്യത കുറവാണ്. ഉദ്ദേശിക്കുന്ന പോലുള്ള ഫണ്ട്, കിട്ടേണ്ട ഫണ്ട് പോലും കേന്ദ്രത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല. പലതരത്തിലുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുന്നു. ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുന്നു. ഓൺലൈൻ ബിസിനസ് ശക്തമായെങ്കിലും ഇതിന്റെ ഫലമായി ഗവൺമെന്റ് കിട്ടേണ്ട ടാക്സ് കിട്ടുന്നില്ല. അപ്പൊ ഇതിന് ഓൺലൈൻ വ്യാപാരത്തിൽ നിന്ന് മാറുവാൻ, കോർപ്പറേറ്റുകളുടെ കള്ളക്കച്ചവടത്തിൽ നിന്ന് മാറുവാൻ, അവിടെ പോയി വാങ്ങിയാലും അവർക്ക് ഇപ്പൊ നമുക്കറിയാം, ഈ കോർപ്പറേറ്റുകൾ എല്ലാവരും ചെയ്യുന്ന ലക്കിടിപ്പ് ഒരു ലോട്ടറി ടിക്കറ്റ് പോലുള്ള അത്തരത്തിൽ ആളെ പറ്റിക്കുന്നത്. കാരണം അവർക്ക് ഇപ്പൊ 1 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിക്കുന്നവർക്ക് കുറെ കൂപ്പൺ കൊടുക്കുക. അപ്പൊ അത് ബില്ലുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുക്കാം, ആരും അറിയുന്നില്ല. ഇതല്ല ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം വ്യാപാര സമൂഹത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ സംരക്ഷിക്കുക, ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കുക, ഗവൺമെന്റ് ആവശ്യമുള്ള വരുമാനം ഉണ്ടാക്കുക. അങ്ങനെ വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് മുന്നോട്ട് വരുന്നത്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടിലാണ്, വളരെ പ്രയാസത്തിലാണ്. കാരണം ചെറുകിട വ്യാപാരികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇപ്പൊ വയനാട്ടിൽ ഞാൻ പല ദിവസങ്ങളായി അവിടെ പോയിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ 10 കോടി രൂപയുടെ സഹായമാണ് പ്രഖ്യാപിച്ചത്. വളരെ കൊച്ചു കച്ചവടക്കാരുടെ നാണയത്തുട്ടുകൾ കൊണ്ട്. കാരണം ഗവൺമെന്റ് നിയമം അനുസരിച്ച് കച്ചവടക്കാർക്ക് ഇത്തരം പ്രളയം പോലുള്ള അപകടങ്ങളിൽ പണം കൊടുക്കുവാൻ നിയമപരമായ സാഹചര്യമില്ല. പിന്നെ പണ്ട് തോമസ് ഐസക് സാർ ചെയ്തത് കുറച്ച് പണം വ്യാപാരക്ഷേമതയ്ക്ക് എടുത്തിട്ട് 5000 രൂപ വെച്ച് അപകടം ഉണ്ടായവർക്ക് കൊടുത്തു. അത് ആദ്യമായിട്ടാണ് ശ്രീ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ മാത്രമേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ ഇപ്പോൾ ഞങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ കുറച്ച് കച്ചവടക്കാരെ സംഘടിപ്പിച്ച് അവർക്ക് കുറെ 10 ലക്ഷം രൂപ ഇതിൽ പോയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ള ഒരു കടപണിഞ്ഞു കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അത്ര ശക്തിയായി വ്യാപാരം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കുകയാണ് വ്യാപാരികൾ. അപ്പം നമ്മൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ സഹായം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഗവൺമെന്റിന് കൂടുതൽ സാമ്പത്തികമായി ശക്തിപ്പെടണം. അത് എല്ലാവരും ടാക്സ് അടച്ച്, ടാക്സ് മുഖേന അല്ലാതെ കച്ചവടം ചെയ്ത് നമ്മളെല്ലാവരും അങ്ങനെ തീരുമാനിച്ചാൽ ഒരു കാരണവശാലും പബ്ലിക്കിന് അങ്ങനെ താല്പര്യമില്ല. പബ്ലിക്കിന് ഏത് കാര്യത്തിലാണെങ്കിലും ശരി ടാക്സ് കൊടുക്കാതെ വാങ്ങിക്കണമെന്ന് താല്പര്യമില്ല. അങ്ങനെ സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് 4 കച്ചവടക്കാർ ഒരാൾ ടാക്സ് കൊടുക്കാതെ വാങ്ങാതെ വിൽക്കുമ്പോഴാണ് 3 പേർക്ക് ബുദ്ധിമുട്ടാകുന്നത്, മറ്റൊരു കള്ള കച്ചവടക്കാരെ മാറുന്നത്. അതിലേക്ക് കടക്കാതെ ഇത്തരം ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ വ്യാപാരത്തെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ നാടിനെ ശക്തിപ്പെടുത്തുകയും ഗവൺമെന്റ് ശക്തിപ്പെടുത്തുന്നത് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ നല്ല കാര്യങ്ങളാണ് വ്യാപാരികൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേകം ഞാൻ നന്ദി പറഞ്ഞു. കാരണം ഏറ്റവും പ്രധാനം ഈ കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ചരിത്രത്തിലാദ്യമായി
ബഡ്ജറ്റിൽ ഒരു കണ്ണിക ചെറുകിട വ്യാപാരികൾക്ക് വേണ്ടി മാറ്റിവെച്ചു. 1957 മുതലുള്ള ഇന്ന് വരെയുള്ള ബഡ്ജറ്റ് പരിശോധിച്ചാൽ ഒരിക്കൽ പോലും ബഡ്ജറ്റിൽ വ്യാപാരികളെ സ്പർശിക്കുന്ന ഒരു കണ്ണിക ഉണ്ടായിരുന്നില്ല. കർഷകരെ കുറിച്ച് അടക്കം എല്ലാവർക്കും കുറിച്ച് കണ്ണിക ഉണ്ടായിരുന്നു. അതുപോലെ 1964 മുതൽ കുടിശ്ശിയായി കിടന്ന സെയിൽ ടാക്സിന്റെയും വാറ്റിന്റെയും 50,000 രൂപയുള്ള കുടിശ്ശിക പൂർണ്ണമായി എഴുതിത്തള്ളി. കേരള ചരിത്രത്തിൽ 1981 CM ജോർജിന്റെ നേതൃത്വത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി EMS EK നായരോട് നമ്മൾ ആവശ്യപ്പെട്ടാണ് അത് എഴുതി തന്നത്. എല്ലാ മുഖ്യമന്ത്രിമാരോടും ആവശ്യപ്പെട്ടാണ്. പക്ഷേ ഇപ്പോഴാണ് അതിനവസരം ഉണ്ടായത്. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ ഉണ്ടാകുകയായിരുന്നു. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സൗജന്യം നമുക്ക് അത്തരത്തിൽ ചെയ്തു തന്നിട്ടുണ്ട്. ഇനി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവയൊക്കെ അദ്ദേഹത്തിന്റെ സഹായത്താൽ, ഗവൺമെന്റിന്റെ സഹായത്താൽ പരിഹരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ മന്ത്രി ശ്രീ ബാലഗോപാൽ സാറിനെ ക്ഷണിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ബാലഗോപാൽ സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വ്യാപാര വ്യവസായ ഏകോപന സമിതി രൂപയുടെ മുടക്കി 10,000 പോയിന്റ് മേടിക്കുമ്പോൾ 30,000 പോയിന്റ് കൂടെ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കും. അപ്പം 40,000 പോയിന്റ് കിട്ടും 10,000 മുടക്കുമ്പോൾ. ഒരു കസ്റ്റമർ വന്ന് 1 പവന്റെ സാധനം എടുക്കുകയാണ്, ഇപ്പോഴത്തെ വിലയ്ക്ക് 60,000 ആകുമെന്ന് വെച്ചു. ആ 60,000 രൂപയുടെ 4% 6424 2,400 പോയിന്റ് അവരുടെ ആപ്പിലേക്ക് കയറും. അവർക്ക് ആ സാധനം ആഴ്ചയിൽ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ ദിവസം ഒരു 20,000 പേർക്കായിരിക്കും സമ്മാനങ്ങൾ. അത് സ്വർണം കാണും, തുണി കാണും, ഇലക്ട്രോണിക് ഐറ്റം കാണും, പല ഐറ്റംസ് കാണും. അപ്പോൾ ഈ പോയിന്റ് വെച്ചിട്ട് അവർക്കിത് മേടിക്കാം. അതിനുള്ള പ്രത്യേകതയുള്ളത് റെഡീമിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന കുറേ കടക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് ഓരോ ജില്ലകളിലും കാണും. തുണി മേടിക്കാൻ ഒരു കട, സ്വർണം മേടിക്കാൻ ഒരു കട. ആ കടകളിൽ നിന്ന് ഇത് പോയി ഫ്രീ ആയി വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്കും ബിസിനസ് കൂടുതൽ കിട്ടും. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. കിട്ടും. ആ 4,000 പോയിന്റ് നമ്മുടെ ആപ്പിലൂടെ അതിനകത്തോട്ട് കയറുക. ആ 4,000 പോയിന്റ് കിട്ടും. 4,000 രൂപയുടെ സാധനം എടുക്കുക. അത് ഫ്രീയാ. കച്ചവടക്കാരൻ നമ്മൾ അല്ല, മറ്റേ കസ്റ്റമർ ഫ്രീ ആയിട്ട് കൊടുക്കില്ലേ. അവർ കുറച്ച് കിട്ടും. ഇപ്പൊ 15,000 രൂപയുടെ സാധനം മേടിക്കുകയാണെങ്കിൽ 5,000 കൊടുത്താൽ മതി. ഈ 15,000 പോയിന്റ് കുറച്ച് സാറിനെ വിശദീകരണത്തിന് സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടന കർമ്മം പ്രധാനപ്പെട്ട നമ്മുടെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ രാജു അപ്സര, സ്വാഗതം ആശംസിച്ച സീതാറാം, CKCF-ന്റെ വിശദീകരണം നൽകിയ മൊയ്തു പരമംഗലത്ത്, മുഖ്യപ്രഭാഷണം നടത്തിക്കഴിഞ്ഞ ശ്രീ ജസ്റ്റിൻ പാലത്ര, ഈ വേദിയിൽ പങ്കെടുക്കുന്ന ശ്രീ നാദിർഷ, രമ്യ, പ്രദീപ്, മഹേഷ് കുമാർ, അജയ്, ബാബു വർക്കല, മറ്റ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലുള്ള സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, വ്യാപാരികളുടെ മുൻകൈയിൽ, പ്രത്യേകിച്ച് ഗോൾഡ് മർച്ചൻസിൻ്റെ മുൻകൈയിലാണ് ആദ്യമായിട്ട് ഇത്തരം ചർച്ച നേരത്തെ തുടങ്ങി വെച്ചത്. അത് കുറച്ചുകൂടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ട് ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവൽ എന്നൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. ഇതിനായിട്ടൊരു റിക്വസ്റ്റ് നേരത്തെ GST ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് തന്നെ ഇവർ സംസാരിച്ചിരുന്നു. ഈ GSTയുടെ സഹായം ഉണ്ടാവണം. കാരണം ഇത് സംബന്ധിച്ച് വകുപ്പിൻ്റെ ഒരു സഹായം ഉണ്ടാവണം. അത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ 2 തവണ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ഫയലായിട്ട് തന്നെ ഈ പേപ്പർ വന്നിട്ടുണ്ടാവും. GST ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കാനായിട്ട് വ്യാപാരികളുടെ ഒരു ആവശ്യം വന്നിട്ടുണ്ട്. നമുക്ക് സഹകരിക്കുന്ന ഗുണമാണ് എന്നാണ് നമ്മുടെ വകുപ്പും പറഞ്ഞത്. അങ്ങനെയാണ് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. നേരത്തെ 2006-11 കാലഘട്ടത്തിലെ ഗവൺമെൻറ് ഒരു ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. അതുപോലൊരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലെ ഗുണം ചെയ്യുന്നതാണിത് എന്നുള്ള അഭിപ്രായമാണ് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞത്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കൃത്യമായി ബില്ല് വാങ്ങി
പ്രോപ്പറായ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത് ഇന്നിപ്പോൾ വ്യാപാരികളുടെയും കൂടെ ആവശ്യമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 10-20 വർഷം മുമ്പുള്ള സ്ഥിതിയല്ല ഇന്ന്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞു. നേരത്തെ അന്ന് നടത്തുന്ന സമയത്ത് വലിയ വിജയമായിരുന്നൊരു പരിപാടിയായിരുന്നു, ഗവൺമെൻറ് മുൻകൈ എടുത്ത് നടത്തുകയാണ്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ലക്കി ബിൽ ആപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ അത് ഇവരുമായിട്ടെല്ലാം സംസാരിച്ചിട്ടാണ്, ഞാൻ ധനകാര്യമന്ത്രിയായി വന്ന സമയത്ത് ചർച്ച ചെയ്തിട്ട് നമ്മൾ നടപ്പിലാക്കിയതാണ്. പക്ഷെ വിചാരിച്ചതിൻ്റെ അത്രയും അത് വന്നിട്ടുമില്ല. അത് മാത്രമല്ല, നമ്മുടെ ലക്കി ബില്ലോ ആപ്പ് ഇന്ത്യയിലെ ഏറ്റവും നല്ല വ്യാപാര സൗഹൃദമായൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തെന്നുള്ള അവാർഡൊക്കെ നമുക്ക് കിട്ടി. നമ്മൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ടൊക്കെ ചേർന്നിട്ടാണ് ചെയ്തത്. കേന്ദ്ര ഗവൺമെൻറ് അത് ഇപ്പോൾ നടപ്പിലാക്കാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം ഇതുവരെ അത് എഫക്റ്റീവ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് അതേ കാര്യം തന്നെ നടപ്പിലാക്കുമ്പോൾ നമുക്ക് അതുമായി ചേർന്ന് ചെയ്യാനുള്ള തരത്തിലേക്ക് ഇപ്പോൾ ലക്കി ബിൽ ആപ്പിൻ്റെ ആ സജീവത നമ്മളിപ്പോൾ കുറച്ചിരിക്കുകയാണ്. എന്തായാലും ഇത് നിരന്തരമായ ഒരു പ്രവർത്തനം വേണ്ടതും വ്യാപാരികളുടെ വലിയ പിന്തുണ വേണ്ടതാണ്. ഏത് കാര്യമായാലും ഗവൺമെൻറ് നടപ്പിലായാലും ഗവൺമെൻറ് അതിന് പ്രത്യേക ഒരു ഫണ്ടൊക്കെ വെച്ചിട്ട് വലിയ ഫണ്ട് വെച്ചിട്ടാണ് ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പൊക്കെ ആയിട്ട് തീരുമാനിച്ചിരുന്നു. 25 ലക്ഷത്തിൻ്റെ ബമ്പറും അങ്ങനെ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ സാമ്പത്തിക വശം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ച് മനസ്സിലാക്കാൻ വീണ്ടും ശ്രമിച്ചത്. കാരണം നമ്മളിപ്പോൾ ഏത് സാധനം മേടിച്ചാലും നമുക്ക് ഇപ്പം പോയിന്റ്സ് ഉണ്ട്. ബാറ്റായിൽ നിന്ന് ഷൂ മേടിച്ചു കഴിഞ്ഞാൽ കുറേ മേടിച്ചു കഴിയുമ്പോൾ അവരുടെ പോയിന്റ്സ് വരും. ഷർട്ട് മേടിക്കാൻ പോയവരും ഇതൊക്കെ കമ്പനികൾ തന്നെ നേരിട്ട് തരുന്ന പോയിന്റ്സ് ഉണ്ട്, കച്ചവടക്കാർ തരുന്ന പോയിന്റ്സ് ഉണ്ട്. അതൊരു ലോയൽറ്റി പോയിന്റ്സ് ആണ്. വാസ്തവത്തിൽ ഞാൻ പോയി ഒരു കടയിൽ നിന്ന് മേടിച്ചാൽ ആ കടയിൽ തന്നെ വീണ്ടും ഞാൻ ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റ്സ്. എയർ ഇന്ത്യ യാത്ര ചെയ്താൽ എയർ ഇന്ത്യയുടെ പോയിന്റ്സ് ഉണ്ട്. ഇങ്ങനെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചാൽ ഹോട്ടലിൻ്റെ ഉണ്ട്. അതൊരു ലോയൽറ്റിയാണ്. ഇവിടെ ലോയൽറ്റി ഒരു കടയോടല്ല, മുഴുവൻ വ്യാപാര സംവിധാനത്തോടാണ്. വ്യാപാര സംവിധാനത്തിന് ഇങ്ങനെ പ്രോപ്പറായ ബില്ലിങ്ങും കൃത്യമായ കണക്കുകളും എന്നുള്ള ആവശ്യമുണ്ട് എന്ന് ഞാനിപ്പോൾ പറയാൻ കാരണം, ഓരോ വർഷം കഴിയുമ്പോഴും വ്യാപാരം നമ്മുടെ വ്യവസ്ഥാപിതമായ സംവിധാനത്തിന് പുറത്തുനിന്ന് നമ്മൾ കാണാതെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള വ്യവസായവും വ്യാപാരമായി മാറുകയാണ്. ഫർണിച്ചർ പോലും പാക്കറ്റ് വീട്ടിൽ വന്ന് ആൾ വന്ന് പിന്നെ ഇത് ഫിറ്റ് ചെയ്ത് തരുന്ന തരത്തിലേക്ക് ഒരിക്കലും ഓൺലൈനായിട്ട് വരുമെന്ന് വിചാരിക്കാത്ത സാധനങ്ങൾ പോലും വരികയാണ്. ഓൺലൈൻ എന്ന് പറയുന്നതൊന്നും നമുക്ക് തടയാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ന് വെച്ചല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇതിനകത്ത് വലിയ തോതിൽ ടാക്സ് അടയ്ക്കുന്നില്ല എന്ന പ്രശ്നമുണ്ട്. കേരള ഗവൺമെന്റ് നിരന്തരം നടത്തിയിട്ടുള്ള ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വൻകിട ഓൺലൈൻ വ്യാപാരം എന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ സൈസൊക്കെയുള്ള വ്യാപാരമുള്ള കമ്പനികളാണ് ഈ ആമസോണും മറ്റും. ഇന്ത്യ ഗവൺമെന്റിന്റെ ഒക്കെ ബഡ്ജറ്റ് സൈസിലേക്കൊക്കെ വരുന്ന അത്ര വലിയ കമ്പനികളാണ്, അല്ല ചെറുതല്ല. ഇവര് സാധാരണ GSTയുടെ പിടിയൊന്നും നിൽക്കുന്നവരുമല്ല. ഞങ്ങൾ ഇതൊന്നും അന്വേഷിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്നല്ല. ഞങ്ങൾ ബില്ലുകൾ വെച്ചിട്ട് കുറേ കമ്പനികൾ, ഞാൻ ഒരു കമ്പനിയല്ല കുറേ ഓൺലൈൻ സ്ഥാപനങ്ങളുടെ ബില്ലുകൾ വെച്ചിട്ട് ഞങ്ങൾ നോക്കി. ഇത് GSTയുടെ തിയറി അനുസരിച്ച് ഏത് ബില്ലിന്റെ എൻ പോയിന്റ് വരെ നോക്കാവുന്നൊക്കെയാണ്. അപ്പം ഞാൻ തന്നെ ചില ബില്ലുകൾ നമ്മൾ GST ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തു. അവർ കുറേ പരിശോധിച്ചു. അങ്ങനെ 1,500 ബില്ല് വെച്ച് പരിശോധിച്ചപ്പോൾ അതിനകത്ത് എല്ലാ ബില്ലിലും നല്ല കാര്യമായ ചോർച്ചയുണ്ട്, എല്ലാം വരുന്നില്ല. അപ്പോൾ ബില്ല് 18%, 28% നികുതിയുള്ള ഒരു ഉൽപ്പന്നം 10,000 രൂപയുടെ സാധനം ബില്ലില്ലാതെ വന്നാൽ സംസ്ഥാനത്തിലുണ്ടാവുന്ന നഷ്ടം പോട്ടെ, ഇവിടുത്തെ വ്യാപാരികൾക്ക് കട വെച്ച് വിൽക്കണമെങ്കിൽ ഈ ബില്ല് വെച്ച് വിൽക്കാൻ പറ്റൂ. ഇടയ്ക്ക് ചിലപ്പോൾ ഒറ്റപ്പെട്ട ചില തട്ടിപ്പ് നടത്തുന്ന ആളുകൾ കാണും. പക്ഷെ പൊതുവിൽ ബില്ല് വെച്ച് നടത്താൻ പറ്റും. ഈ 2,800 രൂപ വലിയ ബാർഗെയിനൊക്കെ കൊടുത്തിട്ട് വില കുറച്ച് കൊടുക്കുന്ന സാധനങ്ങൾ പലതും അക്കൗണ്ടഡ് അല്ല എന്ന് വരുന്നൊരു കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് 10,000 രൂപയുടെ സാധനം 8,000 രൂപയ്ക്ക് കമ്പോളത്തിൽ ഒന്നും അറിയുമ്പോൾ നിങ്ങൾ തലകുത്തി നിന്നാൽ നിങ്ങളുടെ സാധനം വിൽക്കാൻ പറ്റില്ല. ഇതാണ് ഒരു സൈഡ്. ഞങ്ങൾ ഈ കാര്യം വെച്ചിട്ട് GST കൗൺസിലിൽ ഉന്നയിച്ചു. കഴിഞ്ഞതിന് തൊട്ടു മുമ്പത്തെ GST കൗൺസിൽ ഓൺലൈൻ വ്യാപാരത്തിൽ വരുന്ന സാധനങ്ങൾക്കും ഇ-വേ ബില്ലിന് തുല്യമായ സംവിധാനം വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു വിജയം ഞാൻ പറയുന്നു, തീരുമാനിച്ചിട്ടുണ്ട്. നടപ്പിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കേരളമാണ് ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം. സ്വർണ്ണ വ്യാപാരികളുടെ പ്രശ്നം, ചില കാര്യങ്ങളിൽ അവർക്ക് ചില വിഷമമുണ്ട്. ഇതിൻ്റെ ഒരു ഈ ഇന്റർസ്റ്റേറ്റും ഇൻട്രാസ്റ്റേറ്റും ഉള്ള കാര്യങ്ങളിൽ ഇ-വേ ബില്ല് വേണമെന്ന് പറഞ്ഞു. അപ്പം ചില പ്രശ്നങ്ങൾ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. അതിനകത്ത് ഈ സ്വർണ്ണം പണിക്ക് കൊണ്ടുപോകുന്ന സ്വർണ്ണത്തിനൊക്കെ ഈ ഇ-വേ ബില്ലിന്റെ പ്രശ്നമുണ്ട്. അത് നോക്കി പ്രായോഗികമായി നിയമങ്ങൾ ഉണ്ടാക്കാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ GST ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റിലുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് അതിന്റെ ഓർഡറും കാര്യങ്ങളൊക്കെ തുക ആദ്യം നിശ്ചയിച്ചിരുന്ന തുകയെക്കാളും കുറച്ചുകൂടെ കൂട്ടിയൊക്കെ നിശ്ചയിക്കാൻ ആലോചിച്ചിട്ടുണ്ട്. അവിടെയും സങ്കീർണമാണ് ഈ GST നിയമങ്ങൾ. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു സാധനം അയച്ചാൽ
പുറത്തേക്ക് വിൽക്കുന്ന സാധനത്തിന് ഇവിടെ ടാക്സ് കളക്ട് ചെയ്യും, എന്നിട്ട് ആ ടാക്സ് അവിടുന്ന് അവർ ക്ലെയിം ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഈ IGST എന്നാണ് പറഞ്ഞത്. കേരളത്തിലേക്ക് ലുധിയാനയെന്നോ പഞ്ചാബിൽ നിന്നോ ബോംബെ നിന്നോ വരുന്ന സാധനം ഇവിടെ വന്ന് ഇവർ കച്ചവടം ചെയ്താൽ ആ കച്ചവടത്തിനകത്ത് ഇവർ അവിടെ കൊടുക്കുന്നത് 18%, 18% സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലാഭത്തിനാണ് പിന്നെ ഇവിടെ ടാക്സ് ഇടുന്നത്. അതിനെ ടാക്സ് ഇടാൻ പറ്റും. പക്ഷെ ഇവർ കണക്കെഴുതുമ്പോൾ ഈ ടാക്സ് ഞങ്ങൾ അവിടെ കൊടുത്തു, ബാക്കി ഇപ്പം 1800 രൂപ ടാക്സ് കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ അധികം ലാഭങ്ങൾ വന്നപ്പോൾ 2000 രൂപയാണ്. 2000 രൂപ ടാക്സ് കാണിക്കും, പക്ഷെ 200 രൂപ അടയ്ക്കത്തുള്ളൂ. കാരണം എന്താ, ബാക്കി 1800 രൂപ അവിടെ അടച്ചു. ഈ സാധനം ഇവിടെ വന്നില്ലെങ്കിലോ? ഓൺലൈനിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതിനകത്ത് വലിയൊരു കൃത്യമില്ലാത്തൊരവസ്ഥയുണ്ട്. ഇത് വിചാരിക്കുന്ന എളുപ്പമല്ല. കോടിക്കണക്കിനാണ് ഓരോ ദിവസവും വരുന്ന കച്ചവടം. ഇതിനകത്ത് ഇപ്പൊ വസ്തുതാപരമായി നോക്കിയാൽ ഇതിനകത്ത് തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ സമ്മതിച്ചു. കാരണം എന്താ, എല്ലാ സ്റ്റേറ്റ് കച്ചവടം നടക്കുമ്പോൾ എല്ലാ സ്റ്റേറ്റിലും കിട്ടുന്നതിന്റെ കണക്ക് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൈസ അധികവും വരരുത്, ഒരു പൈസ കുറവും വരരുത്. അല്ലെങ്കിൽ കുറച്ച് അധികം പൈസ കിടക്കണം. കാരണം ചിലർ ക്ലെയിം ചെയ്യത്തില്ല, ചില സ്റ്റേറ്റ് എന്ന് വെച്ചോ. ഇപ്പൊ അങ്ങനല്ല, കുറവ് വരിക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് 1 ലക്ഷം കോടി രൂപ കിട്ടി, പക്ഷെ കൊടുക്കേണ്ടി വരുന്ന 1,15,000 കോടി രൂപ ഏത് സംസ്ഥാനങ്ങളുടെ ക്ലെയിം. അപ്പൊ അതിനർത്ഥം എന്താ, ആരോ അധികം അടിച്ചു മാറ്റുന്നുണ്ടെന്നാ ഈ ബില്ലുകളുടെ കാര്യത്തിൽ. ഇതൊരു സങ്കീർണമായ സ്റ്റേറ്റുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയാം. സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ, കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ കണക്കും ആർഗ്യുമെന്റും ഒക്കെ നടക്കുകയാണ്. ഇത് പൊതുവിലുള്ള നിയമത്തിന്റെ. ഇതുപോലെ തന്നെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാധനത്തിന് ഒരു കണ്ടെയ്നർ സാധനം പുറത്തേക്ക് പോകുന്നു, ഇന്ത്യക്ക് പുറത്തേക്കാ, എക്സ്പോർട്ടാ, രേഖയിൽ എക്സ്പോർട്ടാ, ടാക്സും പുറത്തേക്ക് അയച്ചു എന്ന് പറഞ്ഞിട്ട് ആ ടാക്സിന്റെ എക്സംഷൻ എടുക്കും. ഇതുപോലുള്ള പല കാര്യങ്ങളും, സങ്കീർണമായ പല കാര്യങ്ങളും നടക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ സാധനങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക, കണ്ടുപിടിക്കും. ഇങ്ങനൊരു GST സമ്പ്രദായം വന്നതിന് ശേഷം നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങൾക്കും കിട്ടേണ്ട പല ടാക്സും കിട്ടുന്നില്ല. ടാക്സ് കിട്ടേണ്ടത് ഉണ്ട് തന്നെ. എന്നാൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കച്ചവടക്കാര് കളക്ട് ചെയ്യുന്ന ടാക്സ് ഇങ്ങോട്ട് അടയ്ക്കേണ്ട പ്രശ്നമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കച്ചവട മേഖലയിൽ ഈ ബില്ലുണ്ടാവുക എന്നുള്ളത്, മൊത്തം ബില്ലിങ്ങിന്റെ അടിസ്ഥാനത്തിൽ വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുറച്ചാളുകൾ ബില്ലില്ലാതെ കൊടുക്കുകയും ബാക്കിയുള്ളവർ ബില്ലോടുകൂടി കൊടുക്കുകയും ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു ഈക്വലായ ഗ്രൗണ്ട് അല്ല, ലെവൽ പ്ലേയിങ് ഫീൽഡ് അല്ല. അവിടെയാണ് ഈ പറഞ്ഞ നിങ്ങൾ ഈ നടത്തുന്ന കാര്യങ്ങളുടെ പ്രത്യേകത. നമ്മൾ വിചാരിക്കും വളരെ പെട്ടെന്ന് ഒരു 40%, 50% ഓൺലൈൻ വ്യാപാരം വരുമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ വിലയിരുത്തൽ. വളരെ വേഗം. റെസ്റ്റോറൻറ്റുകൾ പോലും ഇപ്പോൾ എങ്ങനെയാണ് ഓൺലൈനിന്റെ വ്യാപാരം വരുന്നത് നമുക്കറിയാം, പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ. അപ്പോൾ അത് പലതും ബില്ലിംഗ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ 4 കോടി ആളുകൾ കച്ചവടം ചെയ്യുന്ന ചെറുകിട വ്യാപാര മേഖലയാണ് ഇന്ത്യയിൽ കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന മേഖല. കാർഷിക മേഖലയാണ് ഒന്നാമത്, രണ്ടാമത് ചെറുകിട വ്യാപാരമാണ്. ആ ചെറുകിട വ്യാപാരം നടത്തുന്ന ആളുകൾക്ക് കൃത്യമായി നടന്നു മുന്നോട്ട് പോവുകയും അതുവഴി ടാക്സ് കളക്ട് ചെയ്ത്, ഞാൻ പറയുന്നത് ഇവര് സർക്കാരിന്റെ GST ഡിപ്പാർട്ട്മെന്റിന്റെ പോലെ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. ആ ടാക്സ് കളക്ട് ചെയ്ത് ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ്. അത് കൃത്യമായി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സിസ്റ്റത്തിനെയും എല്ലാ കാര്യങ്ങളെയും പിന്തുണയ്ക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ നയപരിപാടി തന്നെയാണ്. അപ്പൊ അതിനകത്ത് ഈ സമ്പ്രദായം വരുമ്പോൾ ഈ കുറച്ച് കഴിയുമ്പോൾ, ഇപ്പൊ നിരന്തരമായിട്ട് ഇത്ര യോഗങ്ങൾ വിളിക്കുമ്പോൾ, വ്യാപാരികളുടെ യോഗം വിളിക്കുമ്പോൾ അവർ തന്നെ പറയാറുണ്ട് എല്ലാം ഈ ഓൺലൈനും മറ്റുമൊക്കെ വന്നോട്ടെ, പക്ഷെ ബില്ലെല്ലാം ഉറപ്പാക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അത് നടക്കുന്നതിന് സഹായകരമായിട്ടാണ് ഇവിടെ ഈ നടക്കുന്ന പരിപാടി. ചെറിയ ലെവലിലല്ല, AR റഹ്മാൻ ഷോയോടുകൂടിയാണ് തുടങ്ങിയത്. അപ്പോൾ അത്ര ചെറിയ കാര്യമല്ല. ഇന്നലെ എനിക്കൊന്ന് 10,000 ആള് കാണുമായിരിക്കും അവിടുത്തെ പരിപാടി. അത് തുടക്കത്തില്ല, എന്തായാലും അത് വരാൻ പോകുന്നത്. അപ്പൊ ഇത് വലിയൊരു ഉത്സവമായിട്ട് നടത്തുകയാണ്. ആ പരിപാടിയിൽ എല്ലാത്തരം സഹായവും ഈ പറഞ്ഞ സിസ്റ്റമാറ്റിക് ആയിട്ട് നടപ്പിലാക്കുന്നതിന് എല്ലാ സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളത് അന്നേ പറഞ്ഞാണ്. ഇപ്പോഴും വീണ്ടും അത് മുമ്പ് നടത്തിയതും നമ്മുടെ നിയമം അനുസരിച്ച്, അല്ലാതെ ഈ ലക്കി ഡിപ്പും മറ്റൊന്നും പറ്റില്ല, എന്തെങ്കിലും നമ്പർ ലോട്ടറി അതൊന്നും പറ്റില്ല. അതൊന്നും ഗവൺമെന്റിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പോയിന്റ്സ്, ആ പോയിന്റ്സ് ഇപ്പോഴുള്ള പോയിന്റ്സിനെ ഉപയോഗിക്കുക, പരമാവധി വ്യാപാരം മെച്ചപ്പെടുത്തുക. അത് പിന്നെ നമ്മുടെ കച്ചവടക്കാരെ ശക്തിപ്പെടുത്തിയുള്ളൂ. സംഘടന എന്ന നിലയിൽ ഒരു നല്ല ഇനിഷ്യേറ്റീവാണ്. വളരെ നല്ല കൂട്ടായ്മ എന്ന നിലയിൽ പ്രവർത്തനം നടത്തുന്നതാണ് ഈ സംഘടനകളൊക്കെ. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ട്, പലപ്പോഴും വ്യാപാരികൾ അപകടമോ മരണമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പോലും സഹായിക്കുന്നതിന് നല്ല ഇൻഷുറൻസ് പദ്ധതി പോലെ, ഇൻഷുറൻസ് അല്ലെന്ന ഇൻഷുറൻസ് പദ്ധതി പോലെ 10 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന
പല പരിപാടികളിലും പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. നല്ല പോളിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തിരിച്ച് വ്യാപാരികളുടെ പൊതുവായ കാര്യങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ആദ്യം ചുമതല ഏറ്റെടുക്കുന്ന ഈ രണ്ടാം പിണറായി സർക്കാർ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് വ്യാപാരികൾ വലിയ പ്രശ്നം നേരിടുന്ന സമയമാകും. പറ്റുന്ന അത്ര കുറേയേറെ കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം അടക്കം കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു, കുറേ കാര്യങ്ങൾ നടന്നിട്ടുമുണ്ട്. പിന്നെ വാടകയുടെ, പ്രത്യേകിച്ച് സർക്കാർ ബിൽഡിങ്ങുകളുടെ ഒക്കെ വാടക ഫ്രീസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയൊരു പ്രശ്നമായിരുന്നു വ്യാപാരികളെ സംബന്ധിച്ച് നികുതിയുടെ ഇപ്പോഴുള്ള പ്രശ്നമാണ് നികുതി കേസുകൾ വരുന്നതും വരിക. നേരത്തെ ആർബിട്രറി ആയിട്ട് നികുതി കേസുകൾ വരുന്ന സ്വഭാവമുണ്ട്. അസസ്മെന്റ് പോകുന്ന ഉദ്യോഗസ്ഥന്റെ അനുസരിച്ച് ചെയ്യുക ഇങ്ങനെ വരുന്നു. അപ്പോൾ 100 കോടി 50 കോടികളൊക്കെ ഫൈൻ അടിച്ചിട്ടേക്കുന്ന കേസുകളുണ്ട്. അപ്പൊ അതിന് കേസ് കൊടുത്തല്ലാതെ നിയമം അനുസരിച്ച് വേറെ അടയ്ക്കാമെന്ന് പറഞ്ഞില്ല, നിയമം അനുസരിച്ചേ പറ്റൂ. അതിന് കേസിന്റെ ഫീസിന്റെ കാര്യത്തിനകത്തൊരു തീരുമാനം വളരെ നിർണായകമായിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ 10% വരെയൊക്കെ വലിയ തുക അടയ്ക്കേണ്ടതും ഒക്കെ ഉണ്ടായിരുന്നു. അത് സെൻട്രൽ GST നിയമം അനുസരിച്ച് 20,000 രൂപ മാക്സിമം എന്ന നിലയിലേക്ക് സംഘടനകളൊക്കെ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്. നമ്മളത് നിങ്ങൾ അപ്പീൽ കൊടുക്കുന്നതിന്, പഴയ GSTക്ക് മുമ്പുള്ള വാറ്റിന് ഉള്ള കേസുകൾക്ക് അപ്പീൽ കൊടുക്കുന്നതിനുള്ള ഫീസ് തന്നെ കുറച്ചുകൂടെ റീസണബിൾ ആക്കി കൊടുത്തു. അപ്പം അസംബ്ലിയിൽ ഉൾപ്പെടെ ഈ പ്രശ്നങ്ങൾ ചർച്ച വന്നതാണ്. അത് അന്ന് പറഞ്ഞത് ആദ്യം തന്നെ നമ്മളങ്ങനെ കുറച്ച് കൊടുത്തു. അതിനുശേഷം കേസുകൾ കുറേ ഏറെ ഉണ്ട്. അപ്പോൾ ആ കേസുകൾ അങ്ങനെ തീർക്കും. ഈ GST വരുന്നതിനുള്ള മുമ്പുള്ള കേസ്, GST വന്നതിന് ശേഷം GST കൗൺസിൽ ഒരു തീരുമാനമെടുത്തു. ഈ കഴിഞ്ഞ വർഷം വരെയുള്ള കേസുകൾ ആദ്യം GST വന്നപ്പോൾ നടപ്പിലാക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാർക്കും പരിചയക്കുറവുണ്ട്, കച്ചവടക്കാർക്കും പരിചയക്കുറവുണ്ട്. ഫോം കൊടുത്ത് ശരിയായില്ല, അടച്ച് ശരിയായില്ല, ഫീസ് ഇങ്ങനെയൊക്കെയുള്ള ഡേറ്റിൻ്റെ മറ്റേ പ്രശ്നം. അതുകൊണ്ട് അവർക്കിട്ട പീനൽ പോർഷനും പീനൽ ടാക്സും മൊത്തം പീനലായിട്ടുള്ള മുഴുവൻ കാര്യവും ഇളച്ചു കൊടുത്തിട്ട് പ്രിൻസിപ്പൾ മാത്രം അടയ്ക്കാൻ പറഞ്ഞ തീരുമാനം വന്നല്ലോ. അത് വലിയ തോതിൽ GST ഈ കച്ചവടക്കാരെ സഹായിച്ചതാണ്. അതിന് കൂടാതെ കഴിഞ്ഞ ബഡ്ജറ്റിൽ വളരെ വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ആംനസ്റ്റി സ്കീമാണ് നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. അതിനകത്ത് 50,000 രൂപ വരെ ഉള്ള ഈ കുടിശ്ശിക, അതിൻ്റെ കേസ്, അതിൻ്റെ തുക എത്രയുണ്ടോ അത് മൊത്തം നമ്മൾ എഴുതിത്തള്ളി. 50,000 രൂപ എന്ന് വിചാരിക്കുമ്പോൾ പലരും വിചാരിക്കും 50,000 രൂപയല്ലേ ഉള്ളൂ. 1965 50,000 രൂപ ഇപ്പം എത്രയാണെന്ന് വിചാരം? 70-ലെയും 72-ലെയും ഒക്കെ 50,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയായിട്ട് ഇങ്ങനെ കിടക്കുന്ന ആ തുക മുഴുവൻ, ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ 10 ലക്ഷം രൂപയൊക്കെ, 10 ലക്ഷത്തിന്റെ വെച്ച് 3, 4, 5 ഡ്യൂസ് ഉണ്ട്. അത് നോക്കുമ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ ചെറിയൊരു തുക അടച്ചാൽ മതി. കാരണം പലിശയുടെ പലിശയും പിന്നെ പോർഷനും ഒക്കെ ആയിട്ടാണ്. ഇത് എത്ര പേർക്ക് ഇത് ഗുണമുണ്ടായെന്നറിയോ? ഏകദേശം 22,000 വ്യാപാരികൾക്ക് 1 പൈസ അടയ്ക്കണ്ട, അവരൊന്നും ചെയ്യണ്ട, ആപ്ലിക്കേഷൻ പോലും കൊടുക്കണ്ട. എത്ര പേരത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിഞ്ഞൂടാ. അത് അത്രയും വലിയൊരു കാര്യമാണ്. അപ്പൊ അത് സംബന്ധിച്ച് നമ്മൾ വയനാടിന്റെ സംഭവം ഉണ്ടായതിന്റെ ആ ദിവസങ്ങളിൽ നമ്മൾ ആംനസ്റ്റിയും പുതിയ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചൊരു പുതിയ പരിപാടി മാറ്റിവെച്ചതാണ്. അത് വീണ്ടും നടത്തണം. കാരണം എങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് വ്യാപാരികൾക്കൊരു ചെറിയൊരു ക്ലാസ് കൊടുക്കാനും ഒക്കെ ആയിട്ടാണ് ആലോചിച്ചത്. രണ്ടാമത് അതിന് മേലുള്ള പണം അടയ്ക്കേണ്ടതിനകത്ത് ഏറ്റവും വലിയ പണം 10 ലക്ഷത്തിന്റെ 1 കോടിക്കൊക്കെ മേളിലുള്ള ആളുകൾക്ക് ഒഴിച്ചാൽ 30% അടച്ചാൽ മതി എന്ന നിലയിലേക്ക് വരെ 30% അവിടെയും പീനൽ പ്രൊവിഷനെല്ലാം കുറച്ച് കൊടുത്തു. താമസിക്കുന്നവരും എപ്പോൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നോ ഓരോ മാസവും താമസിക്കുന്നവരും ഈ 1-2% വെച്ച് കൂടി വരും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കൊടുക്കേണ്ട സമയം ഇപ്പോഴാണ്. ഇത്രയേറെ ഏകദേശം കേരളത്തിൽ വ്യാപാര കുടിശ്ശിക ഉള്ള ഒരു 70% ആളുകൾക്കും അതിൽ കൂടുതൽ ആളുകൾക്കും ഒരു പ്രശ്നവുമില്ലാതെ പരിഹരിക്കാൻ പറ്റുന്ന, എന്നും ഈ പേപ്പറിന്റെ പുറകെ നടക്കുന്ന തലവേദന ഒഴിയാൻ പറ്റിയ തരത്തിലുള്ള തീരുമാനമാണ് കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് എടുത്തുള്ളത്. അത് കണക്ക് നോക്കുകയാണെങ്കിൽ എന്തിനാ ഇത്രയും കൊടുത്തതെന്ന് വേണം നോക്കാം. പക്ഷെ നിയമസഭയിൽ വെച്ച് ചർച്ച ചെയ്ത് നമ്മൾ അംഗീകരിച്ചതാണ്. കാരണം ഇത്രയും 10, 20, 30, 40, 50 വർഷമായി കിടക്കുന്ന പേപ്പറുകൾ അങ്ങനെ കിടന്നിട്ട് കാര്യമില്ല. അങ്ങനെയാണ് GSTക്ക് മുമ്പുള്ളത് തീർക്കാൻ തീരുമാനിച്ചു. ഇത് ഞാൻ പറഞ്ഞത് എപ്പോഴും ഒരു ക്ലീൻ ആയിട്ട് നമ്മുടെ ഒരു വാണിജ്യവും വ്യവസായവും എല്ലാം പോയാൽ മാത്രമേ സുതാര്യമാവുക എന്ന് പറഞ്ഞാൽ സിസ്റ്റവും കൂടി സുതാര്യമാവണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യം കൂടി ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. വ്യാപാരി ക്ഷേമനിധിയുടെ പ്രവർത്തനമായാലും മറ്റു കാര്യങ്ങളെല്ലാം ഒരുമിച്ച് എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഉള്ളതിനേക്കാൾ വ്യത്യസ്തമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിയെ ചലിപ്പിക്കുന്ന, സാമ്പത്തിക രംഗത്തെ, സമ്പദ് രംഗത്തെ ചലിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഫണ്ട് തന്നെയാണ്. സംസ്ഥാന സർക്കാർ, സംസ്ഥാനത്തെ സംബന്ധിച്ച് ഫണ്ട്, സംസ്ഥാന സർക്കാർ സമ്പന്നമല്ലാതെ എല്ലാം അങ്ങ് തകർന്നു, അല്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് സംസ്ഥാന സർക്കാരിന് ഒന്നുമില്ല. പോലീസും
അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ ഫണ്ട് എപ്പോഴും സമൂഹത്തിൽ വരണം. ഏറ്റവും പ്രധാനം കോൺട്രാക്ട് പണി നടക്കണമെങ്കിൽ, വ്യാപാരത്തിന്റെ പല മേഖലയിൽ നടക്കണമെങ്കിൽ, പൊതുവായ കേരളത്തെ സംബന്ധിച്ച് സോഷ്യൽ സർവീസ് സെക്ടർ വളരെ പ്രധാനമാണ്. ഇതിനൊക്കെ ഫണ്ട് വരണമെങ്കിൽ ഏറ്റവും പ്രധാനം സംസ്ഥാന സർക്കാരിന്റെ ചെലവുകൾ തന്നെയാണ്. അതിന് വരുമാനം വേണം. ആ വരുമാനം ഉണ്ടായാൽ മാത്രമേ, നിങ്ങൾക്ക് എപ്പോഴും നമുക്കറിയാം, വരുമാനം എത്ര സർക്കാരിന്റെ ബഡ്ജറ്റ് ചെലവാക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് GSTP കൂടുന്നത്. മൊത്തത്തിലുള്ള സംസ്ഥാനത്തിന്റെ വരുമാനം കൂടുന്നത് ആ കണക്കുമായി ബന്ധപ്പെടുത്തി തന്നെയാണ്. ആകെ നടക്കുന്ന സംസ്ഥാനത്ത് ആകെ GSTPയുടെ ഇത്ര ശതമാനമായിരിക്കും ടാക്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ശതമാനം തന്നെയാണ് വരുന്നത്. 10 ലക്ഷം കോടി രൂപയുടെ ആകെ സാമ്പത്തിക പ്രവർത്തനം കേരളത്തിൽ നടന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇത്ര ശതമാനം ഒരു കണക്കുണ്ട്. അപ്പൊ നിങ്ങളുടെ കച്ചവടം നടന്നില്ലെങ്കിൽ പണം നിങ്ങൾക്ക് വരില്ല, പണം സർക്കാരിലേക്ക് വരില്ല, പണം ആളുകൾക്കും ചെല്ലില്ല. അപ്പോൾ വ്യാപാരം, വ്യവസായം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ചെയ്യാവുന്ന പല കാര്യങ്ങളും അക്കാലത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടാവുന്ന മേഖലകളിൽ അല്ലെങ്കിൽ അവസരം വരേണ്ട മേഖലകളിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാനും വ്യാപാരം വരാനുള്ള സമീപനമാണ്. അത് ഏറ്റവും വലിയ വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ മുതൽ, വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും വരുന്നത്, നമ്മളിപ്പം തുറമുഖം വരുന്നത് മാത്രമല്ല, ഇപ്പോൾ അവിടെ റെയിൽവേക്ക് കൊണ്ടിരുന്നതിന് മാത്രം ഇന്നലെ 1500 കോടിയുടെ ഒരു പ്രപ്പോസൽ വന്നിരിക്കുന്നത്. റെയിൽവേ കണക്ടിവിറ്റി മാത്രം ഇന്നലെ ഫിനാൻസിൽ വന്നിട്ട് ഞാൻ ഇന്നലെ ക്ലിയർ ചെയ്തിട്ട് ഫയൽ വന്നു. റെയിൽവേ കണക്ടിവിറ്റി, NH കണക്ടിവിറ്റി വേറെ, അല്ലാതെ അവിടെ ധാരാളം. ഇങ്ങനെല്ലാം വലിയ ഇൻവെസ്റ്റ്മെന്റാണ്. എന്നാൽ 62 ലക്ഷം വരുന്ന സാധാരണക്കാർക്ക് പെൻഷൻ മാസം തോറും കൊടുക്കുക എന്നുള്ളതും ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. അത് വ്യാപാരികളുടെ ഉൾപ്പെടെ പെൻഷന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ കമ്മിറ്റി കൂടിയപ്പോഴും ചില കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. വ്യാപാരി മേഖല വേറൊരു പെൻഷൻ സ്കീമാണ്. അപ്പോൾ അവരുടെ പെൻഷനും സാധാരണക്കാർക്ക് കിട്ടേണ്ട പണവും എല്ലാം കൊടുക്കുന്നതും പ്രധാനമാണ്. എന്നാൽ വലിയ പ്രൊജക്റ്റുകളും വലിയ പദ്ധതികളും കൂടുതൽ കാര്യങ്ങളും വന്നാൽ മാത്രമേ സാമ്പത്തിക രംഗം ചലിക്കത്തുള്ളൂ. ഇതെല്ലാം ചേർന്ന് മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന വിഭാഗമാണ് വ്യാപാരി സമൂഹം, വ്യാപാരികളും വ്യവസായികളും. ആ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ബൂസ്റ്റ്, ഒന്നുകൂടെ ഒന്ന് ചലിക്കാൻ പറ്റുന്ന, എല്ലാവരെയും സിസ്റ്റത്തിനകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പദ്ധതി എന്ന നിലയിലാണ് ഇത് പ്ലാൻ ചെയ്തേക്കുന്നതെന്നാണ് ഇതിന്റെ സംഘാടകർ പറഞ്ഞത്. അത് കൂടുതൽ നന്നായിട്ട് മുന്നോട്ട് വരട്ടെ. നമുക്ക് നമ്മുടെ സമ്പദ് രംഗവും ജീവിതവും ഒക്കെ കൂടുതൽ മെച്ചപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത